കുടുംബത്തെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായ വ്യക്തിയെ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു. എൻ്റെ പേര് അരുൺ. ഇതെൻ്റെ വൈഫ് ജസ്ന, 2 മക്കൾ ആൽബിയോൺ, ആബ്നർ. ഞാൻ 20 വർഷത്തോളമായി മറൈൻ ഫീൽഡിൽ ജോലി ചെയ്യുകയാണ്. സൗദിയിൽ 12 കൊല്ലം ഉണ്ടായിരുന്നു. അതിനുശേഷം 2022 ഞാൻ UAE മാറി. 2025 വരെ അവിടെ ജോലി ചെയ്യുകയായിരുന്നു. പിന്നീട് അവിടെ ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ ഒരു തടസ്സം വരികയും എനിക്ക് ജോലി തുടരാൻ കഴിയാൻ പറ്റാത്തൊരവസ്ഥയിലെത്തുകയും ചെയ്തു. അന്നേരം ഞാൻ ഉടമ്പടി ഒന്നാമത്തെ ഉടമ്പടി പുതുക്കിയിട്ടുണ്ടായുള്ളൂ, രണ്ടാമത്തേത് പുതുക്കിയിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്താണ് എനിക്ക് ജോലി നഷ്ടപ്പെടുമെന്നുള്ളൊരവസ്ഥ എത്തിയത്. അതുവരെ ഉടമ്പടി എടുത്തതും ഒന്നാമത്തെ ഉടമ്പടി പുതുക്കിയതും വരെ ഞാൻ ഫുൾ ഉഴപ്പായിരുന്നു. ഒന്നും ശരിയായ ഒന്നും പാലിച്ചിരുന്നില്ല, നിബന്ധനകളൊന്നും. ജോലി നഷ്ടപ്പെടും എന്ന് തോന്നലുണ്ടായപ്പോൾ അന്നേരമാണ് ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ ഉടമ്പടിയിലാണ്, എന്തുകൊണ്ട് ഞാൻ ഭയപ്പെടണം. അന്ന് മുതൽ ഞാൻ വളരെയധികം ഉടമ്പടിയിലെ കാര്യങ്ങളെല്ലാം എന്നെക്കൊണ്ടാവുന്ന പോലെ, എനിക്ക് 10-12 മണിക്കൂർ ജോലിയുണ്ട്. ആ ജോലി ചെയ്തിട്ട് ബാക്കിയുള്ള എൻ്റെ റെസ്റ്റ് ടൈമെല്ലാം ഞാൻ ഉടമ്പടിയിലെ കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ ഉടമ്പടി ഉള്ള കാര്യങ്ങൾ പാലിച്ച് വെളുപ്പിനെ 4 മണി അല്ലെങ്കിൽ 3 മണിക്കൊക്കെ എണീറ്റ് കൊന്ത് ചെല്ലും. 4-5 കൊന്തെങ്കിലും ഞാൻ ചെയ്യാറുണ്ട്. കൂടാതെ ഓൺലൈൻ ചാരിറ്റി, പിന്നെ ചൊവ്വാഴ്ചയിലുള്ള ധ്യാനം, സാക്ഷ്യം ഷെയർ ചെയ്യുക. പിന്നെ ആരോട് എന്നോട് സമീപിക്കുന്ന എല്ലാവരോടും ഇവിടുത്തെ കാര്യങ്ങൾ, കൃപാസനത്തിലെ അമ്മയുടെ ഉടമ്പടിയുടെ കാര്യങ്ങൾ, ഉടമ്പടിയെ കുറിച്ചൊക്കെ സംസാരിച്ച് അങ്ങനെ എല്ലാവരും പരമാവധി ഞാൻ ഉടമ്പടിയുടെ കാര്യങ്ങൾ പാലിച്ച് മുന്നോട്ട് പോയി. ഒരു 3 ആഴ്ച ഞാൻ സീരിയസായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിനുശേഷം എനിക്ക് അമ്മ മാതാവ് പുതിയൊരു ജോലിയുള്ള സാധ്യത തെളിയിച്ചു തന്നു. ഞാൻ ഡ്രഡ്ജിങ് ഫീൽഡിലാണ് ജോലി ചെയ്യുന്നത്. ഡ്രഡ്ജ് മാസ്റ്ററായിട്ടാണ് ഒരു ഗവൺമെൻറ് കമ്പനിയിലാണ് എനിക്കിപ്പോൾ ജോലി കിട്ടിയത്. ആ ജോലി കിട്ടുവാൻ വളരെ പ്രയാസമുള്ളതാണ്. ഇതിൻ്റെ ഇൻ്റർവ്യൂ ഞാൻ 2025 ജനുവരിയിൽ ചെയ്തതാണ്. പക്ഷേ അവിടെ നിന്ന് ഒരു റെസ്പോൺസും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇപ്പോൾ നിലവിൽ ഉള്ള ജോലി, പഴയ കമ്പനിയിൽ ജോലി പോകുമെന്നുള്ള അവസ്ഥ എത്തിയപ്പോഴാണ് ഞാൻ അമ്മമാതിനോട് കൂടുതലായി പ്രാർത്ഥിക്കുകയും ഇൻ്റർവ്യൂ കഴിഞ്ഞ കമ്പനിയിൽ നിന്ന് ഒരു ഓപ്പണിംഗ് എനിക്ക് കിട്ടുകയും ചെയ്തത്. ആ കമ്പനിയിൽ നിന്ന് പിന്നെ ഞാൻ പഴയ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്ത് നാട്ടിലോട്ട് പോവുകയും, അതിനു മുമ്പ് എനിക്ക് പഴയ കമ്പനിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു ഡേറ്റ് കാണിച്ചു തന്നു മാതാവ്, ഡിസംബർ 10. ആ 10 എനിക്ക് പുതിയ കമ്പനിയിൽ നിന്ന് ജോബ് ഓഫർ ലെറ്റർ ലഭിക്കുകയുണ്ടായി. അതിനുശേഷം പഴയ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്ത് ഞാൻ നാട്ടിലോട്ട് പോവുകയും, നാട്ടിൽ വെച്ച് പൂർവാധികം ശക്തിയോടെ ഞാൻ നിബന്ധനകൾ പാലിക്കാൻ തുടങ്ങി ഉടമ്പടിയിൽ. അവിടെ നാട്ടിൽ പോയപ്പോഴാണ് എനിക്ക് ചാരിറ്റി, അതായത് പോയിട്ട് ഒരു ബ്രദർ ഹൗസ് ഉണ്ട് ഞങ്ങളുടെ അടുത്ത്, അവിടെ കുളിപ്പിക്കാനൊക്കെ പോകാൻ തുടങ്ങി. പിന്നെ പത്രം വിതരണം ചെയ്യാൻ എനിക്ക് പറ്റി നേരിട്ട്. അതും 10-15 കിലോമീറ്റർ ദൂരെ ഞാൻ വണ്ടിയെടുത്ത് പോകും. പരമാവധി എത്ര ദൂരത്ത് എത്താൻ പറ്റും അത്രയും ദൂരത്ത് പോയാണ് ഞാൻ പത്രം കൊടുത്തിരുന്നത്. അതെന്നോട് മാതാവ് തോന്നിക്കുക അവിടെ പോകണമെന്ന്. അവിടെയൊക്കെ ഞാൻ പോയി, അവിടെ അങ്ങനെ അതെല്ലാം കൊടുത്തു. അതിനുശേഷം എനിക്ക് ജനുവരി 21 എന്ന് പറയുന്ന ഡേറ്റ് കാണിച്ചു തന്നു മാതാവ്. ആ ഡേറ്റിന് എനിക്ക് പുതിയ കമ്പനിയിൽ നിന്ന് കൺഫർമേഷൻ കിട്ടി. പഴയ കമ്പനിയിൽ നിന്ന് വരുവാനായിട്ടുള്ള ഒരു കൺഫർമേഷൻ എനിക്ക് പുതിയ കമ്പനിയിൽ നിന്ന് മെയിൽ വഴി കിട്ടി. അങ്ങനെ ഞാൻ പുതിയ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യാൻ കഴിഞ്ഞു. ഇപ്പോൾ 2 മാസം കൊണ്ടും എനിക്ക് നാട്ടിൽ വരാം. അങ്ങനെയാണ് ആ ജോലിയുടെ ഇത്. ഇപ്പോൾ ഞാൻ ജോയിൻ ചെയ്തിട്ട് 2 മാസം കഴിഞ്ഞിട്ട് നാട്ടിലെത്തിയാണ്. ഇപ്പോൾ സാക്ഷ്യം പറയാനായിട്ടാണ് വന്നത്. ബാക്കിയുള്ള സാക്ഷ്യങ്ങൾ എനിക്ക് എൻ്റെ മക്കളുടെ 2 സാക്ഷ്യവും എൻ്റെ ഭാര്യയുടെ ജോലി കിട്ടിയ സാക്ഷ്യം വൈഫ് പറയുന്നതാണ്. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി.
ഞാൻ 2017 എൻ്റെ കോഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു, BEd കംപ്ലീറ്റ് ചെയ്തു. എനിക്ക് കേട്ടിട്ട് ക്വാളിഫിക്കേഷൻ കാറ്റഗറി 2 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, 3യും കൂടി ആവശ്യമായിരുന്നു. അപ്പം ഞാൻ 2020 ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുത്തത്. 2020 ഉടമ്പടി എടുത്തു. കൊറോണ സമയത്തൊന്നും ഇങ്ങോട്ട് വരാൻ സാധിച്ചില്ല. ഞാൻ ഉടമ്പടി നന്നായി ഉഴപ്പി. ഞാൻ കാലിക്കറ്റ് പോയായിരുന്നു ആ സമയത്ത്. UPSCയുടെ കോച്ചിങ്ങിന് വേണ്ടി പോയായിരുന്നു കാലിക്കറ്റിൽ. അവിടെ ചെന്നതിന് ശേഷം ഒരാഴ്ച ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞാൻ നന്നായി ഉഴപ്പി ഉടമ്പടി. അത് അവിടെ സ്റ്റോപ്പ് ചെയ്തു. ഞാൻ കാലിക്കറ്റ് അവിടെ കോഴ്സിന് ചേർന്ന് 1 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോന്നു. അപ്പം ഞാൻ ഉടമ്പടി എടുത്തിട്ടും മാതാവിനെ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് മാതാവ് എന്നെ അനുഗ്രഹിച്ചില്ലല്ലോ എന്നുള്ളൊരു തെറ്റായ വിചാരം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ എന്തിനാണ് ഞാൻ പ്രാർത്ഥിക്കണേ? മാതാവ് എന്നെ ഉപേക്ഷിച്ചില്ലേ? എനിക്കത് അവിടെ നിന്ന് പഠിക്കാമായിരുന്നു. എൻ്റെ മൂത്ത മകന് 4 വയസ്സായിട്ടുണ്ടായിരുന്നുള്ളൂ. അവനെ എൻ്റെ വീട്ടിലാക്കിയിട്ടാണ് ഞാൻ പോയത്. അപ്പം അത്രയും വിഷമത്തോടു കൂടിയാണ്. പക്ഷേ എന്നാലും ഒരു ജോലി, ഗവൺമെൻറ് ജോലി എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. അവനെ വീട്ടിലാക്കിയിട്ട് ഞാൻ പോയി. അവിടെ പോയി നന്നായിട്ട് തന്നെ പഠിച്ചു. ഇൻസ്റ്റിറ്റ്യൂഷനിൽ എല്ലാ വീക്കിലും എക്സാം ഇടുമായിരുന്നു. ഞാൻ ടോപ്പ് തന്നെയായിരുന്നു. പക്ഷേ 1 മാസം കഴിഞ്ഞപ്പം ഹോസ്റ്റലിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് എനിക്ക് പോരേണ്ടി വന്നു, കൊറോണ കാരണം. അവിടെ ഹോസ്റ്റൽ ആരും നിർത്തിയില്ല. വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് പഠനത്തിലും പ്രാർത്ഥനയിലും എല്ലാത്തിലും ഞാൻ ഉഴപ്പാൻ തുടങ്ങി. പിന്നെ ജോലി എന്ന് പറയുന്ന ആ സ്വപ്നം തന്നെ ഞാൻ ഉപേക്ഷിച്ചു. കാരണം വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ പഠിക്കുന്നത് പോലെ എനിക്ക് വീട്ടിൽ വന്ന ശേഷം പഠിക്കാൻ സാധിച്ചില്ല. അത് നിരാശയായിരുന്നു. പഠിക്കാൻ പോയിട്ട് അത് ബ്രേക്ക് ചെയ്യേണ്ടി വന്നല്ലോ എന്നുള്ളൊരു നിരാശയായിരുന്നു. UPSC എക്സാം എഴുതി. ഞാൻ അത്യാവശ്യമൊക്കെ പഠിച്ച് എഴുതി. പക്ഷെ എന്നാലും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല കിട്ടുമെന്ന്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ രൂപതയുടെ എക്സാം എഴുതുകയായിരുന്നു. ഒരു എഡ്യൂക്കേഷൻ ഏജൻസിയുടെ എക്സാമാണ് എഴുതിയത്. അത് എഴുതിയതിൽ ഞാൻ എൻ്റെ റാങ്ക് ലിസ്റ്റിൽ വന്നു. ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഇൻ്റർവ്യൂ പാസ്സായി. അപ്പോൾ എല്ലാം അതിനിടയ്ക്ക് ഞാനിവിടെ വന്നു. കാറ്റഗറി 3യുടെ കേട്ടിട്ട് കാറ്റഗറി 3യുടെ എക്സാമിന് മുമ്പ് ഇവിടെ വന്നായിരുന്നു. മൂത്ത മകനെയും കൊണ്ട് വന്നേ. ഞാൻ എൻ്റെ അമ്മയും മൂത്ത മകനും കൂടി വന്നായിരുന്നു. അന്നിവിടെ ഇങ്ങോട്ട് പ്രവേശിച്ചപ്പോൾ മുതൽ സുഗന്ധാഭിഷേകം കിട്ടിയായിരുന്നു, മുല്ലപ്പൂവിൻ്റെ മണം കിട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയോട് ചോദിക്കും, അമ്മയ്ക്ക് മുല്ലപ്പൂവിൻ്റെ മണം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, ഇല്ല കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അമ്മ എന്നോട് പറഞ്ഞു, നീ ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. അമ്മയും ഉടമ്പടിയിലായിരുന്നു. നീ ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. ഞാൻ കേട്ടിട്ട് അധികം ട്രൈ ചെയ്തിട്ടില്ല. ഇപ്പോഴും 10-15 പ്രാവശ്യം കേട്ടിട്ട് എഴുതുന്നവരുണ്ട്. ഞാൻ കാറ്റഗറി 3 ആദ്യത്തെ ഒരു പ്രാവശ്യം മാത്രമേ എഴുതിയിട്ടുള്ളൂ. അന്ന് ഞാൻ നന്നായിട്ട് പഠിച്ചു പോയ പരീക്ഷ എഴുതി. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ കഴിവുകൊണ്ട് എനിക്ക് കിട്ടില്ല എന്ന് മനസ്സിലായി. ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു. അന്നും കേട്ടറ്റ് പരീക്ഷ ഞാൻ എഴുതി. അപ്പം കേട്ടറ്റ് പരീക്ഷ കഴിഞ്ഞ് വൈകുന്നേരം നമ്മൾ ആ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇപ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് ഒരുപാട് കോച്ചിങ് എടുക്കുന്നുണ്ട്. അവർ ആൻസർ കീ ഇടും. അപ്പോൾ ആൻസർ കീ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മാർക്കില്ല. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് വല്ല പ്രതീക്ഷയൊന്നുമില്ല. അത് കഴിഞ്ഞിട്ടാണ് കേട്ടറ്റിൻ്റെ റിസൾട്ട് അതിന് മുമ്പ് ഈ പരീക്ഷാഭവൻ ഒരു ആൻസർ കീ ഇടും. അത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും കുഴപ്പമില്ല, അത്യാവശ്യം ആ ഒരു ബോർഡറിൽ വന്ന് നിൽക്കുന്നു. ജനറൽ കാറ്റഗറി ആയതുകൊണ്ട് നമുക്ക് 90 മാർക്ക് വേണം. 150-ൽ 90 മാർക്ക് വേണം കേട്ടിട്ട് പാസ്സാവുന്നതിന്. അപ്പം എനിക്ക് 90-ൽ വന്ന് നിൽക്കുകയാണ്. കേട്ടിട്ട് ആൻസർ കീ ഇട്ടപ്പം പിന്നെ എനിക്ക് പേടി, ഇനിയൊരു ആൻസർ കീ കൂടി വരും, റെക്ടിഫൈഡ് ആൻസർ കീ വരും. അത് ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇപ്പം 89 ആയിക്കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. മുമ്പോട്ടായിക്കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടു. റെക്ടിഫൈഡ് ആൻസർ കീ വന്നു. എനിക്ക് 8 മാർക്ക് കൂടുതൽ കിട്ടി. അവിടെ പഠിച്ചാൽ ഏറ്റവും കൂടുതൽ മാർക്ക് കേട്ടിട്ട് കാറ്റഗറി 3 എനിക്കായിരുന്നു അന്ന്. അതുപോലെ തന്നെ കേട്ടിട്ട് 2-ഉം കൂടുതൽ മാർക്കോടുകൂടി എനിക്ക് പാസ്സാകാൻ സാധിച്ചു. അങ്ങനെ 2 ഞാൻ ക്വാളിഫൈ ചെയ്തു. പിന്നെ ജോലിക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണമായിരുന്നു. ജോലിക്ക് വേണ്ടിയിട്ട് പല സ്കൂളുകളും ബയോഡാറ്റ കൊടുത്തു. വേറെ ഒരു രീതിയിലും ഞാൻ ശ്രമിച്ചിട്ടില്ല. അതായത് പൊളിറ്റിക്കലി ബേസിലൊക്കെ അതിനുള്ള സാധ്യതകളുണ്ടായിരുന്നു. പൈസ കൊടുത്ത് വാങ്ങാനുള്ള സാധ്യതകളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നിട്ട് പോലും ഞാൻ അതിനൊന്നും ശ്രമിച്ചില്ല. ഞാൻ ഓൾറെഡി ഉടമ്പടിയിലാണ്. അപ്പോൾ മാതാവ് എനിക്ക് തരുമെന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. ഞാൻ മാതാവിൽ തന്നെ അഭയം പ്രാപിച്ചിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുമായിരുന്നു, എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെല്ലാവരും ചോദിക്കുകയാണ്, ഇങ്ങനെ ജോലിയായില്ലേ എന്ന് ചോദിക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ പറയും, എനിക്ക് ജൂണിൽ എന്തായാലും പെർമനൻ്റായിട്ടൊരു പോസ്റ്റ് കിട്ടും. ഞാൻ ഡെയിലി വേജ് ആയിട്ട് പോകുമായിരുന്നു സ്കൂളിൽ.
പെർമനൻ്റ് ആയിരുന്നില്ല, ഡെയിലി വേജ് ആയിട്ട് പോവായിരുന്നു. അത് കൊറോണ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ആ സമയത്ത്. ഈ മൂത്ത മോനെ ഇട്ടിട്ടൊക്കെ ജോലിക്ക് പോയ സമയത്തും അവന് ചെറുപ്പത്തിൽ തന്നെ നമ്മൾ പ്ലേ സ്കൂൾ മുമ്പ് ഡേ കെയർ അങ്ങനെയൊക്കെ ആക്കിയിട്ട് പോകുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. ഹസ്ബൻഡ് നാട്ടിലില്ല, അപ്പോൾ കുഞ്ഞിനെ അങ്ങനെ ആക്കിയിട്ട് പോകണ്ടേ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് പിന്നെ കൊറോണ സമയത്ത് നമ്മുടെ അറിയാലോ ഒരു സിറ്റുവേഷൻസിൽ 10ാം ക്ലാസ്സിലെ കുട്ടികളെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല, അവിടെ പഠിപ്പിക്കാൻ വേണ്ടി പോകുമായിരുന്നു. അപ്പം സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ പേടിയാണ്, കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നം നമ്മൾ കാരണം ഉണ്ടാവുമോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. അന്നെല്ലാം പോയി അതെല്ലാം നമ്മൾ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്തു. റാങ്ക് ലിസ്റ്റിൽ അപ്പോഴും നമ്മളുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഒരു കഴിവ് കൊണ്ട് എനിക്ക് ഈ ഒരു ജോലി കിട്ടിയതല്ല. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഹസ്ബൻഡ് നാട്ടിൽ വന്നപ്പോൾ, ഹസ്ബൻഡ് നാട്ടിൽ വരുമ്പോൾ എല്ലാം ഞങ്ങൾ കൃപാസനത്തിൽ വരും. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങോട്ട് പാസ് ചെയ്തപ്പോൾ അവിടെ ഒരു ആർച്ച് വെച്ചിട്ടുണ്ട്, സെൻറ്റ് മൈക്കിൾസ് ചർച്ച് കാവിൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ അമ്മയുടെ അടുത്താണെങ്കിലും ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് സന്തോഷം, എത്ര ദൂരെയാണെങ്കിലും ഞാനിവിടെ വരും എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഈ കഴിഞ്ഞ മെയ് 30-ാം തീയതി എനിക്ക് അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടി. സെൻറ്റ് മൈക്കിൾസ് കാവിൽ സ്കൂളിൽ എനിക്ക് ഹൈസ്കൂൾ ടീച്ചറായിട്ട് എന്നെ പോസ്റ്റ് ചെയ്തു. എനിക്ക് 30-ാം തീയതി അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടി. അതിൽ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ 30-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആണ്, ഡേറ്റ് ഓഫ് ബർത്ത് ആണ് 30-ാം തീയതി. എനിക്ക് ഇതിനു മുമ്പ് ജോലി കിട്ടുന്നതിന് മുമ്പ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. കാരണം ഇത്ര നാളായിട്ട് എനിക്ക് പെർമനൻ്റ് ആയിട്ടൊരു ജോലി എനിക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ള വിഷമം. പിന്നെ ബർത്ത്ഡേ ഒക്കെ എനിക്ക് ഇഷ്ടമല്ല, ശരിക്കും എനിക്ക് ഓർക്കാൻ തന്നെ ഇഷ്ടമല്ല. ഞാൻ അമ്മയോട് പറയായിരുന്നു, ഒരു ഭാഗ്യമില്ലാത്ത ഇതായിപ്പോയല്ല അമ്മ, എനിക്ക് ജോലി കിട്ടിയില്ലല്ലോ, ഇത്രയും പഠിച്ചിട്ടും എനിക്ക് എന്താ ജോലി കിട്ടാത്തതെന്നൊക്കെ ഞാൻ എൻ്റെ അമ്മയോട് എപ്പോഴും പറയായിരുന്നു. അപ്പോൾ അമ്മ എനിക്ക് എപ്പോഴും ധൈര്യം തരുമായിരുന്നു, എനിക്ക് എന്തായാലും ജോലി കിട്ടും എന്നൊക്കെ. പിന്നെ ഞാൻ വെറുതെയൊക്കെ എല്ലാവരോടും പറയായിരുന്നു, എനിക്ക് ജൂണിൽ എന്തായാലും എനിക്ക് പെർമനൻ്റ് ആയിട്ട് കിട്ടുമെന്ന്. അപ്പോൾ ഞാൻ മാതാവിനോട് റൂമിൽ വന്നിട്ട് മാതാവിൻ്റെ ഒരു ചെറിയൊരു രൂപം ഞാൻ റൂമിൽ വെച്ചിട്ടുണ്ട്. ഞാൻ മാതാവിനോട് പറയും, മാതാവിന് അറിയാമല്ലോ എല്ലാ കാര്യങ്ങളും. അപ്പം മാതാവ്, ഞാനീ പറഞ്ഞോടത്തൊക്കെ മാതാവ് കാണിച്ചു കൊടുക്കണം എനിക്ക് ജോലി കിട്ടിയെന്ന്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, ഇത്രയും പഠിച്ചിട്ട് ജോലിയില്ലേ എന്നൊക്കെ അവരും ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ എല്ലാവരോടും ഞാനിങ്ങനെ പറയും, എൻ്റെ ഒരു കഴിവ് കൊണ്ട് കിട്ടിയ ഒരു ജോലിയായിട്ട് ഞാൻ ഒരിക്കലും, അത് ഹൈസ്കൂൾ HSA പോസ്റ്റ് ഇത്രയും യോഗ്യത, എന്നേലും യോഗ്യതയുള്ളവർ പുറത്ത് നിൽക്കുമ്പോൾ എനിക്കത് കിട്ടിയത്, എനിക്കതിലൊരു ഒരു ഒരു ശതമാനം പോലും എനിക്ക് ചാൻസ് ഇല്ല അത് കിട്ടാനായിട്ട്. അപ്പോൾ അമ്മയുടെ അനുഗ്രഹമാണ്. അതേപോലെ തന്നെ ഇനി ഒക്ടോബർ മാസത്തിൽ ഒരു ലീവ് വേക്കൻസിയിൽ ഞാൻ ജോലിക്ക് പോയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ കയറിയ സ്കൂള്, അന്നൊക്കെ ഞാൻ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ കുഞ്ഞ് അവൻ കറക്റ്റ് 5:30 മണിക്കായിരിക്കും അവന് എഴുന്നേക്കുന്നത്. ഞാൻ പ്രത്യക്ഷീണ പ്രാർത്ഥന ചൊല്ലാനായിട്ട് തിരി കത്തിക്കുമ്പോഴായിരിക്കും അവന്, ചിലപ്പോൾ ലൈറ്റർ കൊണ്ട് കത്തിക്കുമ്പോൾ ആ ഒരു സൗണ്ട് കേട്ട് ഈ കൊച്ചു എഴുന്നേക്കുമായിരുന്നു, കരച്ചിലായിരുന്നു. എങ്കിലും ഞാൻ ഇവനെ എടുത്ത് വെച്ചുകൊണ്ട് ഞാൻ പ്രത്യക്ഷീണ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു ആ സമയത്ത്. അതേപോലെ തന്നെ ബുധനാഴ്ച ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാം. അപ്പോൾ എല്ലാവരും എന്നോട് പറയും, ഫീഡ് ചെയ്യല്ലേ കുട്ടീനെ, ഉപവാസം എടുക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എല്ലാ അമ്മയല്ലേ നോക്കുന്നത്, പിന്നെ ഞാൻ എന്തിനാ, എന്നേലും ശക്തിയായ അമ്മയല്ലേ അവനുള്ളത്, പിന്നെ ഞാൻ എന്തിനാ അതിനെക്കുറിച്ച്. ഞാൻ എല്ലാ ബുധനാഴ്ചയും ഞാൻ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാവരും ചോദിക്കും, ഈ കൊച്ചിനെ വെച്ചിട്ട് നീ എങ്ങനെ ഉടമ്പടി കംപ്ലീറ്റ് ചെയ്യും? ഞാൻ രാത്രി ബൈബിൾ വായിക്കുമായിരുന്നു, അരമണിക്കൂർ. അവൻ ഉറങ്ങിയതിന് ശേഷം അരമണിക്കൂർ ഞാൻ ബൈബിൾ വായിക്കുമായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്യണതിൻ്റെ ഇടയ്ക്ക് ഞാൻ സാക്ഷ്യം കേൾക്കുമായിരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ കറക്റ്റായിട്ട് ചെയ്തു. അങ്ങനെ ചെയ്തു. ഒക്ടോബർ മാസത്തിൽ അമ്മ എനിക്ക് തിരിയിൽ ഹൃദയം കാണിച്ചു വന്നു, അമ്മയുടെ ഹൃദയം കാണിച്ചു. അപ്പോൾ ഞാൻ എപ്പോഴും എനിക്കതൊരു ഫ്ലേവറായിട്ടാണ് തോന്നിയത്. അപ്പോൾ ഞാൻ എല്ലാവരോടും പറയുമായിരുന്നു, എന്താണോ അമ്മ എനിക്ക് ഈ പൂ കാണിച്ച് തന്നല്ലോ, ഒരു പൂവാണല്ലോ അമ്മ എനിക്ക് കാണിച്ചു തന്നത്, എന്താണെന്നറിയില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഞാനത് എപ്പോഴിങ്ങനെ സൂം ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം എനിക്കത് തോന്നിയത് ഒരു ഹൃദയമായിട്ടാണ് തോന്നിയത്. അപ്പോൾ സാക്ഷ്യങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഹോദരി പറഞ്ഞു, ഹൃദയം ആ സഹോദരിക്ക് ഇതേപോലെ ഹൃദയം കാണിച്ചു വന്നു, ജൂണിൽ ജോലിക്ക് കയറി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഉറപ്പായി, അമ്മ എനിക്ക് എന്തായാലും ജൂണിൽ ജോലി കിട്ടും. അതേപോലെ തന്നെ മെയ്യിൽ എനിക്ക് അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടി. ജൂൺ 1-ാം തീയതി ഞാനവിടെ ജോയിൻ ചെയ്തു. ഇപ്പം ഞാനവിടെ HSA നാച്ചുറൽ സയൻസിൽ സെൻറ്റ് മൈക്കിൾ സ്കൂൾ കാവിൽ ജോലി ചെയ്യാണ്. അടുത്തത് എൻ്റെ മൂത്ത മകൻ്റെ കാര്യമാണ്. അവന് ഇടത് കണ്ണിന് കാഴ്ചക്കുറവുണ്ടായിരുന്നു. അത് ഞങ്ങൾ കണ്ടുപിടിച്ചത് കൊറോണ സമയത്താണ് കണ്ടുപിടിച്ചത്. അപ്പം ആ സമയത്ത് LKG UKG ആണ്, LKG ക്ലാസ്സിൽ പഠിക്കുക. അപ്പം ഇവർക്ക് ആ സമയത്ത് ക്ലാസ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളായിരുന്നു.
അപ്പോൾ ഹസ്ബൻഡിന് എപ്പോഴും സംശയം ഉണ്ടായിരുന്നു മൂത്ത മകന് കണ്ണിന് എന്തെങ്കിലും പ്രശ്നമുണ്ട്. ഹസ്ബൻഡിന് അത് ഭയങ്കര പ്രയാസമുള്ള കാര്യമായിരുന്നു, ഇങ്ങനെ കുട്ടികൾക്ക് കണ്ണിന് പ്രശ്നം വരിക എന്നുള്ള. ഹസ്ബൻഡ് ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട് കണ്ണട വെക്കുന്ന കാര്യത്തിൽ. അപ്പോൾ ഞങ്ങൾ ഇവനെയും കൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഡൗട്ട് ചോദിച്ചു. ഇവനെയും കൊണ്ട് ഞങ്ങൾ LF ഹോസ്പിറ്റലിൽ പോയി. അവിടെ പോയി കഴിഞ്ഞപ്പോൾ എല്ലാം നോക്കിക്കഴിഞ്ഞപ്പം നമ്മൾ പേടിച്ചതുപോലെ തന്നെ അവൻ്റെ ഇടത് കണ്ണിന് നന്നായിട്ട് കാഴ്ചക്കുറവുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 21 വയസ്സ് വരെ അവന് കണ്ണട വെക്കേണ്ടി വരുമെന്ന് പറഞ്ഞായിരുന്നു. 2 കണ്ണിനും ഉണ്ടായിരുന്നു കാഴ്ചക്കുറവുണ്ടായിരുന്നു, പക്ഷേ ഇടത് കണ്ണിന് കൂടുതലായിട്ട് ഉണ്ടായിരുന്നു കാഴ്ചക്കുറവ്. അപ്പോൾ അവർ പറഞ്ഞു കുട്ടിക്ക് 21 വയസ്സ് വരെ കണ്ണട വെക്കേണ്ടി വരും, അല്ലാതെ ഒരു ഓപ്ഷനും അതിലില്ല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പിന്നെ അതിനോട് യോജിച്ചു പോയി. 21 വയസ്സ് വരെ കുട്ടി കണ്ണട വെക്കട്ടെ എന്നൊക്കെ. പക്ഷെ അന്ന് LF ഹോസ്പിറ്റലിൽ വെച്ച് എൻ്റെ ഹസ്ബൻഡ് ആദ്യമായിട്ട് അദ്ദേഹത്തിന് വിഷമം വന്നപ്പോൾ കരയുന്നത് ഞാൻ ആദ്യമായിട്ട് കണ്ടു. ഞാൻ ഇത്രയും നാളായിട്ട് അദ്ദേഹം കരയുന്നത് കണ്ടിട്ടില്ല. എന്നുവെച്ചാൽ ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ച സമയത്ത് തന്നെ ഹസ്ബൻഡ് എപ്പോഴും പറയായിരുന്നു ഉണ്ടാകുന്ന കുട്ടിക്ക് കണ്ണിനൊരു അസുഖവും വരരുത് എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് അതൊക്കെ ആലോചിച്ച് ഭയങ്കര വിഷമം. ഞാൻ പറഞ്ഞു വേറെ ഡോക്ടർമാർക്ക് പറ്റിയില്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് പറ്റില്ലേ എന്ന് പറഞ്ഞു. ഞാൻ തൈലം പുരട്ടി കുഞ്ഞിൻ്റെ കണ്ണിൽ തൈലം പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ജപമാല റാലിയിൽ അവൻ പങ്കെടുത്തു. ഞാനും എൻ്റെ മൂത്ത കുട്ടിയും ഇളയ കുഞ്ഞും. അന്ന് ഹസ്ബൻഡ് നാട്ടിൽ വരാൻ സാധിച്ചില്ല. പിന്നെ എൻ്റെ അമ്മയും കൂടിയാണ് ജപമാല റാലിയിൽ പങ്കെടുത്തത്. ജപമാല റാലിയിൽ പങ്കെടുത്തതിന് ശേഷം ഇവന് ഹോസ്പിറ്റലിൽ പോയി അത് ചെക്ക് ചെയ്തു. അപ്പോൾ ആദ്യം ചെക്ക് ചെയ്തപ്പോൾ ഇവനൊന്നും വായിക്കാൻ സാധിച്ചില്ല. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആയി, ഇവന് വായിക്കാൻ അറിയില്ലാഞ്ഞിട്ടാണോ അവന് കാഴ്ചക്കുറവാണോ, അതിൻ്റെ നമുക്ക് ഭയങ്കര സംശയമായിരുന്നു. ഇതിന് ശേഷം ജപമാല റാലിക്ക് ശേഷം ഇവനും നടന്നു. തലേ ദിവസം ഉറങ്ങാൻ നേരത്തെ ഇവൻ എന്നോട് പറഞ്ഞു അമ്മ ഞാൻ വരുന്നില്ല, കാരണം എനിക്ക് അത്രയും ദൂരം നടക്കാൻ എനിക്ക് കാലുവേദന ഉള്ളു. ഇനി ഫ്ലാറ്റ് ഫൂട്ടാണ് കുഞ്ഞിന്. ഫ്ലാറ്റ് ഫൂട്ട് ഉള്ളത് കൊണ്ട് ഒരുപാട് നടക്കുക ഓടുക ചാടുക കഴിയുമ്പോൾ അവന് കാലുവേദന എടുക്കും. അപ്പോൾ അവൻ പറഞ്ഞു അമ്മ ഞാൻ വന്നില്ല, എനിക്ക് കാലുവേദന എടുത്ത് അമ്മയ്ക്കും അത് ബുദ്ധിമുട്ടാകും, ഇത് കുഞ്ഞിനെയും കൊണ്ടല്ല നമ്മൾ പോകുന്നത്, അപ്പോൾ അവനെ അമ്മ നോക്കണം എന്നെ നോക്കണം എല്ലാവരും കൂടി അമ്മയ്ക്ക് പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞു മോൻ വാ, മോൻ മാതാവിനോട് പ്രാർത്ഥിക്കേ, അതുമല്ല മോനോട് ഒറ്റയ്ക്ക് ഇരിക്കേണ്ടേ, ആരുമില്ല, അമ്മയുടെ കുട്ടീനെ വാ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെ വിളിച്ചുകൊണ്ട് വന്നതാണ്. അങ്ങനെ വന്നു, അവൻ നടന്നു, അവനോട്ട് ക്ഷീണം ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ഒരു ഭക്ഷണം പോലും അന്ന് കഴിച്ചിട്ടില്ല ജപമാല റാലിക്ക്. അത്രയും ദൂരം അവൻ ഞങ്ങളുടെ ഒപ്പം നടന്നു. ഈ കുഞ്ഞിനെയും ഞാൻ ഒക്കത്ത് വെച്ചിട്ടാണ് ജപമാല റാലിക്ക് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തത്. അന്ന് ജപമാല റാലി കൂടെ ഉണ്ടായിരുന്ന പ്രായമുള്ള അമ്മച്ചിമാരൊക്കെ പറയുന്നത് ഈ കുഞ്ഞിനെയും കൊണ്ട് നീ എങ്ങനെ പോയി ഇത് പൂർത്തിയാക്കാനാണെന്ന്. പക്ഷെ എല്ലാവരിലും മുമ്പേ ഞാൻ എത്തി ജപമാല റാലി കംപ്ലീറ്റ് ചെയ്തു. പിറ്റേ ദിവസം എൻ്റെ കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പോൾ അത്രയും ദിവസമാണ് ആദ്യത്തെ 2 ലൈൻ മാത്രമാണ് വായിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം ജപമാല റാലിക്ക് ശേഷം കുഞ്ഞ് അവസാനത്തെ ലൈൻ വരെ വായിച്ചു. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഇവന് എല്ലാ കുട്ടികളെയും പോലെയുള്ള വിഷൻ തിരിച്ചു കിട്ടി, ഇനി ഇവൻ്റെ കാഴ്ചയ്ക്ക് ഒരു പ്രശ്നമില്ല. 21 വർഷം കണ്ണട വെക്കാൻ പറഞ്ഞിട്ട് എൻ്റെ കുഞ്ഞ് ആകെ 4 മാസമാണ് കണ്ണട വെച്ചിട്ടുള്ളൂ. അതിനുശേഷം അവൻ കണ്ണട ഉപയോഗിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഫ്ലാറ്റ് ഫുട്ടിൻ്റെ കാര്യം, കാലുവേദന വരുന്ന കാര്യം, അവൻ്റെ കാലുവേദനയും ഇതുവരെ അവന് കാലുവേദന വന്നിട്ടില്ല. പിന്നെ ഇവൻ ജനിച്ചു കഴിഞ്ഞ് 9 വർഷത്തിന് ശേഷം ആണ് ഞങ്ങൾക്ക് 2ാമത്തെ കുഞ്ഞുണ്ടായത്. അതിന് മുന്നേ 2023 കൺസീവ് ചെയ്തായിരുന്നു. ആ കുഞ്ഞ് അബോർഷനായി പോയി. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ആ സമയത്ത്. അബോർഷനായി പോയി. പിന്നെ ഞാനൊരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതൊരു പോസ്റ്റായിരുന്നു. ആ പോസ്റ്റ് പക്ഷേ നമ്മിൽ നിന്ന് അതും പോയി. അപ്പോൾ 2 വിഷമം കൂടി ആയപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല ആ സമയത്തും നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ ഉടമ്പടി പുതുക്കലിന് വെച്ചത് മാതാവേ ഒരു ആരോഗ്യമുള്ള കുഞ്ഞിനെ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്നാണ്. അങ്ങനെ എനിക്ക് 2ാമത്തെ കുഞ്ഞുണ്ടായിരുന്നു. അവനെ സുഖമില്ലാതിരുന്ന സമയത്ത് ഞാൻ ഡയബറ്റിക് ആയിരുന്നു. അങ്ങനെ ഡയബറ്റിക് ആവാൻ വേണ്ടി ഞാൻ തുടക്കത്തിൽ ശ്രദ്ധിച്ചിരുന്നതാണ്. ഡയബറ്റിക് ആവാനായിട്ട് ഒരു സാധ്യത ഉണ്ടായിരുന്നില്ല. ഡയബറ്റിക് ആയിരുന്നു. രാജഗിരി ഹോസ്പിറ്റലിലായിരുന്നു ഞങ്ങൾ കാണിച്ചിരുന്നത്. അപ്പം അവിടെ ഡോക്ടേഴ്സ് നമ്മളോട് പറഞ്ഞു ഡയബറ്റിക് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മെഗോസെഫാലി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരും, കുട്ടിയുടെ തല ഭയങ്കരമായിട്ട് വലുതാവും, അത് ഭയങ്കര അപകടമായിരുന്നു എന്ന് പറഞ്ഞു. ഹസ്ബൻഡ് ആ സമയത്ത് പുറത്താണ്, ഗൾഫിലാണ്, ജോലി ചെയ്യുകയാണ്. അപ്പം ഡെലിവറി ആ സമയത്ത് ലീവ് എടുത്ത് വരാം എന്നുള്ള രീതിയിലേക്കാണ്. ഓരോ പ്രാവശ്യവും നമ്മൾക്ക് വീട്ടിൽ നിന്ന് മോണിറ്റർ ചെയ്യാൻ തരും. മോണിറ്ററിങ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഷുഗറായിരുന്നു. ഞാൻ പക്ഷേ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടില്ല, വീട്ടുകാരോടും ഞാൻ കുറച്ചേ പറയുള്ളൂ. എനിക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല എന്ന് ഞാൻ പറയും. എനിക്കും മാതാവിനും മാത്രമേ ഉള്ളൂ അന്ന് ഞാൻ എങ്ങനെ കടന്നുപോയി എന്നുള്ളത്. എനിക്ക് ഷുഗർ കൂടുതലായിരുന്നു ആ സമയത്ത് ശരിക്കും. പിന്നെ അതേപോലെ തന്നെ 7 മാസം ഉള്ളപ്പോൾ ഞാൻ കട്ടിലിൽ നിന്ന് വീണായിരുന്നു. അന്ന് ആ ഒരു സമയത്ത് ഞാൻ മാതാവിനോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അന്നൊക്കെ സ്കാൻ ചെയ്യുമ്പോൾ കുട്ടിയുടെ മുഖം കാണില്ലായിരുന്നു. ഡോക്ടേഴ്സ് എപ്പോഴും സ്കാൻ ചെയ്യുമ്പം ഇവൻ്റെ മുഖം കാണില്ലായിരുന്നു.
എനിക്ക് എപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ ആ വീഴ്ച കഴിഞ്ഞതുകൊണ്ട് കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. കുഞ്ഞ് ജനിച്ചു, സിസേറിയനായിരുന്നു രണ്ടാമത്തെ. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ സെഡേഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുട്ടിയെ കാണിച്ചു തന്നു. ഞാൻ ആദ്യം എൻ്റെ ഫേസിലേക്കാണ് നോക്കിയത്, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. എനിക്കൊരു മുറിച്ചുണ്ട് എപ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, കുട്ടിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് ഉണ്ടാകുമെന്നുള്ളൊരു പേടി. വീണതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അത്രയും പേടിച്ചത്. എങ്കിലും ഞാൻ പറയായിരുന്നു അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ഒരു ഇതുകൊണ്ടായിരിക്കും, അതിനെ ഞാൻ സ്വീകരിക്കും എന്നുള്ളത് എൻ്റെ മനസ്സിൽ ഉറച്ചുണ്ടായിരുന്നു. അങ്ങനെ ആ കുഞ്ഞിനെ പൂർണ്ണ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നൽകി അമ്മ എനിക്ക് ഞങ്ങളെ എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിച്ചു. ഞങ്ങൾ ആബ്നർ എന്ന് പേരിട്ടു. ആബ്നർ ആദം എന്നാണ് അവൻ്റെ പേര്. അവനും കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ ഒപ്പം ജപമാല റാലിയിൽ പങ്കെടുത്തു. അതുപോലെ തന്നെ ഞങ്ങൾ കുടുംബത്തിൽ ഞങ്ങളുടെ അപ്പച്ചനും അമ്മച്ചിയും എല്ലാവരും കൂടി ഇരുന്നാണ് 3 മണിക്ക്, ഞാനാണ് പിന്നെയും ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്നത് കൊണ്ടും പിന്നെ കുഞ്ഞിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് ഞാനാണ് അതിൽ എപ്പോഴും. അവർ എല്ലാവരും തീക്ഷ്ണമായിട്ട് 3 മണിക്ക് എല്ലാവരും പ്രത്യക്ഷീണ പ്രാർത്ഥന ചൊല്ലുകയും കൊന്ത ചൊല്ലുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. എല്ലാവരും കുടുംബത്തിലെ എല്ലാവരും സാധിക്കുമ്പോഴൊക്കെ രാവിലെ പള്ളിയിൽ പോവും, ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുന്നൊരു കുടുംബമാണ്. എല്ലാ തരത്തിലും അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചു. ഇത്രയും നല്ല അനുഗ്രഹം നൽകിയ അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ പത്രം കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ പത്രം കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കുഞ്ഞിനെ ഒരു സ്ഥലത്തും ആക്കില്ലായിരുന്നു. ഞാൻ അവനെ ഒക്കത്ത് വെച്ച് എൻ്റെ മൂത്ത മോനെ കൈ പിടിച്ചിട്ട് വീട്ടിൽ നിന്ന് നടക്കും. അത് മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കും, മാതാവ് എവിടെയാണ് കൊടുക്കണ്ടേ. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് അങ്ങനെ പോകുമ്പോൾ ഞാൻ എല്ലായിടത്തും പ്രാർത്ഥിച്ചിട്ട് അവരോട് ചോദിക്കും, നിങ്ങൾ വായിക്കുമെങ്കിൽ മാത്രം ഞാൻ പത്രം തരുള്ളൂ എന്ന് പറഞ്ഞു. അല്ലാതെ കുഞ്ഞിനെയും കൊണ്ട് പോകുമ്പോൾ വേഗം തന്നെ എല്ലാം കഴിച്ചിട്ട് പോവാന്നുള്ള രീതിയിൽ ഞാൻ ഒരിക്കലും പത്രം കൊടുക്കാറില്ല. പത്രം കൊടുക്കും. പള്ളിയിലൊന്നും അങ്ങനെ എല്ലാവരും ഞാൻ കണ്ടിട്ട് ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ വെച്ചിട്ട് പോവാറില്ല. അങ്ങനെ എല്ലാവരുടെ കയ്യിലും പത്രം കൊണ്ടേ കൊടുക്കുമായിരുന്നു. അപ്പം ഓരോ സ്ഥലം മാതാവ് കാണിച്ചു തരും, ഇന്ന സ്ഥലത്ത് കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ള ആ രീതിക്ക് തന്നെ പത്രം കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ അവിടെ ജനനി എന്ന് പറഞ്ഞൊരു അമ്മമാരുടെ ഒരു സ്ഥാപനമുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും, അവരോട് സംസാരിക്കും. അപ്പോൾ അവർ പറയും കുഞ്ഞുങ്ങളായിട്ട് വന്നം, 2 കുട്ടികളെയും കൊണ്ടുവരണം എന്നുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുപോയിരുന്നു. അവിടെ എല്ലാവരെയും സന്തോഷിപ്പിച്ചിട്ട് ഈ ജോലി അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടുന്നതിന് തലേ ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് കറക്റ്റ് അപ്പോയിൻമെൻറ്റ് ഓർഡർ കൈ കിട്ടിയപ്പോൾ എന്നെ അവിടെ നിന്ന് വിളിച്ചു. അവിടെ അമ്മമാരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന മേരി എന്ന് പറയുന്നൊരു ചേച്ചിയുണ്ട്. ഞാനത് മാതാവാന്ന് തന്നെ വിശ്വസിക്കുന്നത്. അത് എന്നെ വിളിച്ചു, എന്നോട് ഇങ്ങോട്ട് പറയാം നിനക്ക് ജോലി കിട്ടിയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ജോലി കിട്ടി അങ്ങനെ അറിഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് നിനക്ക് ജോലി കിട്ടുമെന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു, കാരണം നീ ജോലിക്ക് വേണ്ടി മാത്രം ഞങ്ങളുടെ അടുത്ത് വന്നതല്ല എന്ന് ഞങ്ങൾക്കറിയാം. നീ ഒരിക്കൽ പോലും വന്നിട്ട് ഞങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ജോലിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, ഞാൻ ചെറുപ്പത്തിലെ മുതൽ അങ്ങനെ എന്തെങ്കിലും കാരണപ്രവൃത്തികളൊക്കെ ചെയ്യുന്നതാണ്. ഈ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ ചെയ്തതല്ല. അങ്ങനെ അവിടെ പോയി ഞങ്ങൾ അവരോടൊക്കെ സംസാരിക്കുമായിരുന്നു, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമായിരുന്നു. പിന്നെ ഹസ്ബൻഡാണെങ്കിലും അവിടെ ഒരു മെൻ്റലി റിട്ടയർഡായ ഒരു ആൾക്കാരെ താമസിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ പോയിട്ട് അവർക്ക് എല്ലാം ചെയ്തു കൊടുക്കും. ഉപവാസം എടുത്തിട്ടാണ് പോയി ചെയ്ത് എല്ലാം കൊടുക്കുന്നത്. എന്നേലും കൂടുതൽ പ്രാർത്ഥനയിലും കാര്യങ്ങളിലൊക്കെ സജീവമായിട്ടുള്ളത് ഹസ്ബൻഡാണ്. ഉടമ്പടിയിൽ ആദ്യം വന്നത് ഞാനാണെങ്കിലും എന്നേലും കൂടുതൽ നന്നായിട്ട് ഇപ്പോഴും അത് ചെയ്തു പോകുന്നത് ഹസ്ബൻഡാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ്. പിന്നെ മാതാവ് ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും പ്രത്യേകം അനുഗ്രഹിച്ചെന്നുള്ള മാതാവിൻ്റെ തൈലം ഉപയോഗിച്ചതുകൊണ്ട് ഒരുപാട് രോഗസൗഖ്യങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഉപ്പ് വിതറി പ്രാർത്ഥിക്കുമായിരുന്നു. ഞാനിപ്പം ഇവിടെ ഇൻ്റർവ്യൂവിന് പോയപ്പോഴും ആദ്യമായിട്ട് സ്കൂളിൽ പോയപ്പോഴൊക്കെ ഉപ്പ് വിതറി പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ തന്നെ ആഗ്രഹിച്ച പോലെ തന്നെ നല്ലൊരു സ്കൂളിൽ, നല്ലൊരു പോസ്റ്റിൽ, നല്ലൊരു കുട്ടികളും അധ്യാപകരും സഹപ്രവർത്തകരും എല്ലാവരും നല്ല രീതിയിൽ നമ്മളോട് പെരുമാറുന്നു. സന്തോഷമായിട്ട് ജോലി ചെയ്തു പോകുന്നു. അങ്ങനെ അമ്മയുടെ നാട്ടിൽ തന്നെ ജോലി കിട്ടാനും മകൻ്റെ സുഖമാറാനും ഹസ്ബൻഡിന് പ്രതീക്ഷ പോലെ തന്നെ അവിടെ ഒരു ഗവൺമെൻറ് NMDC എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ഗവൺമെൻറ്റിൽ ജോലി തന്നതിനും ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ മാതാവ് തന്നതിനും ഞങ്ങളുടെ കുടുംബം എപ്പോഴും അമ്മേനോട് കടപ്പെട്ടിരിക്കുകയാണ്. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ആൽബിയോൺ. കഴിഞ്ഞ വർഷത്തെ ജപമാല റാലിയിൽ പങ്കെടുത്ത ശേഷം എൻ്റെ കാലുവേദനയും കാഴ്ചക്കുറവും അമ്മ മാതാവ് മാറ്റിത്തന്നു. എനിക്ക് ഈ രോഗസൗഖ്യം തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. സങ്കീർത്തനങ്ങൾ 18-ാം അധ്യായം 35 വാക്യങ്ങൾ. അങ്ങെനിക്ക് രക്ഷയുടെ പരിച നൽകി, അവിടുത്തെ വലത്ത് കൈ എന്നെ താങ്ങി നിർത്തി.
അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് അരുൺ കെ ജോൺ, ജസ്ന തങ്ങളുടെ കുടുംബത്തിൻ്റെ ഉപസാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. തൻ്റെ ഉടമ്പടി സാക്ഷ്യത്തിലൂടെ നമുക്ക് മുമ്പിൽ മനസ്സിലാക്കി തരിക, തൻ്റെ 1 വർഷമായിട്ട് വിദേശത്താണ് ജോലി ചെയ്യുന്നതെന്നാലും ആ കമ്പനിത്തെ നിരവധിയായ തടസ്സങ്ങളും ബുദ്ധികളിലൂടെ കടന്നു പോകുമ്പോഴത്തേക്കുമാണെങ്കിലും അത് ഉടമ്പടിയോട് ചേർന്ന് നിൽക്കുവാനും ആ തടസ്സങ്ങളെയൊക്കെ മാറ്റിക്കൊണ്ട് നല്ലൊരു ജോലി ലഭിക്കുവാനായിട്ടൊക്കെ സാധിച്ചത് തൻ്റെ ഉടമ്പടി ജീവിതത്തോട് ചേർന്നുകൊണ്ട് ഞാൻ ഉടമ്പടിയിലാണെന്നുള്ള തിരിച്ചറിവും ഉടമ്പടിയിൽ ഒരു 3 ആഴ്ച കാലം കൃത്യമായിട്ട് ഉടമ്പടിയിൽ ചേർന്നുകൊണ്ട് ജീവിക്കുകയും തുടർന്ന് ഉടമ്പടിയിൽ ജീവിക്കുമ്പോൾ തന്നെയാണ് നല്ലൊരു ജോലി നൽകി അമ്മ മാതാവ് അനുഗ്രഹിക്കുക ചെയ്യുന്നത്. NMDC എന്ന ഗവൺമെൻറ് ഡ്രഡ്ജിങ് കമ്പനിയിൽ നല്ലൊരു പൊസിഷനിൽ ജോലിയൊക്കെ ലഭിക്കുവാൻ അനുഗ്രഹമുണ്ടായത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നതും അതോടൊപ്പം തന്നെയാണെങ്കിലും തൻ്റെ ജീവിതത്തിലെ കുറവുകളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പ്രാർത്ഥന ജീവിത ഉടമ്പടിയോട് ചേർന്നുകൊണ്ട് വേണമെന്നുള്ള ഉറച്ച വിശ്വാസം തന്നെയാണ് തങ്ങളുടെ കുടുംബത്തിന് ഒരു ജോലി നൽകി അനുഗ്രഹിക്കുകയും ചെയ്തത്. അതോടൊപ്പം തന്നെയാണെങ്കിലും തൻ്റെ ഭാര്യയ്ക്ക് കിട്ടിയ ജോലിയാണെങ്കിലും അത് കേട്ടിട്ട് പാസ്സാകുവാനും അത് കേട്ടിട്ട് എക്സാം കഴിയുമ്പോൾ നിരവധിയായ ആൻസർ കീകളൊക്കെ നോക്കുമ്പോൾ മാർക്കുകൾ കുറവെന്ന രീതിയിലൊക്കെ കാണുകയൊക്കെ ചെയ്യാറുണ്ട്. എന്നാൽ ഉറച്ച വിശ്വാസം പരിശുദ്ധ അമ്മേൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത് തന്നെയാണ് പൂർണ്ണമായിട്ടും മുമ്പോട്ട് പോകുവാനായിട്ട് സാധിച്ചത്. അതേ തുടർന്നാണെങ്കിലും കേട്ടിട്ട് പാസ്സാകുവാനും അതേ തുടർന്ന് എവിടെയാണോ താൻ ആഗ്രഹിച്ചത് ഒരു സ്കൂളിൻ്റെ മുമ്പിൽ കൊണ്ട് പ്രാർത്ഥിക്കുകയും അവിടെ നിൽക്കുമ്പോൾ പരിശുദ്ധ അനുഗ്രഹത്താൽ ഹൈസ്കൂൾ ടീച്ചറായിട്ട് ആ സ്കൂളിൽ അപ്പോയിൻമെൻറ്റ് ലഭിക്കുക, തൻ്റെ ജന്മദിനത്തിൽ തന്നെ ആ ഒരു അപ്പോയിൻമെൻറ്റിലേക്ക് ജോയിൻ ചെയ്യാനുള്ള വലിയൊരു അനുഗ്രഹം ഈ കുടുംബത്തിന് പരിശുദ്ധമ നൽകി അനുഗ്രഹിച്ചു. അതോടൊപ്പം തന്നെയാണെങ്കിലും ഈ മക്കൾക്കുണ്ടായ അനുഗ്രഹങ്ങളും 9 വർഷത്തിന് ശേഷം ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചതും അതുപോലെ തന്നെ മൂത്ത മകൻ്റെ ആണെങ്കിലും ഇടത് കണ്ണ് സംബന്ധമായ കാഴ്ചക്കുറവ് അത് ഉടമ്പടി ഇവിടെ ചേർന്നുകൊണ്ട് ജപമാല റാലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുകയും അതേ തുടർന്നൊക്കെ മുമ്പോട്ട് ഉറച്ച വിശ്വാസത്തോടെ മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് പരിശ്രമ അനുഗ്രഹങ്ങളായിട്ട് രോഗസൗഖ്യം നൽകി. കാഴ്ചയുടെ 21 വയസ്സ് വരെ കണ്ണാടി വെച്ച് ലെൻസ് വെച്ച് നടക്കണമെന്നുള്ളതാണെങ്കിൽ പോലും അത് പൂർണ്ണമായിട്ടും 4 മാസം കൊണ്ടാണെങ്കിലും അത് പൂർണ്ണമായിട്ടും പരിശുദ്ധമ്മ മാറ്റി അനുഗ്രഹിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെയാണെങ്കിലും കുഞ്ഞിനെയാണെങ്കിലും നിരവധിയായ ശാരീരികമായ അവസ്ഥകളും ബുദ്ധിമുട്ടുകളിലൂടെയാണ് കടന്നുപോയെങ്കിലും നല്ലൊരു കുഞ്ഞിനെ അനുഗ്രഹത്തോടു കൂടി നൽകി അനുഗ്രഹിക്കുകയും ചെയ്തത് പരിശുദ്ധ അമ്മേൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത് പരിശുദ്ധ അമ്മയുടെ ഉടമ്പടിയിലാണ് ഞങ്ങൾ ജീവിക്കുന്നുള്ള ഉറച്ച ബോധ്യം തന്നെയാണ്. ഇനിയും ഈ കുടുംബത്തെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് മാറ്റട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മൾ ഓരോരുത്തരെയും പ്രത്യക്ഷത്തിൻ്റെ സാക്ഷികളായിട്ട് മാറ്റണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.